ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 56-ാമത്തെ ദിവസം ലാലേട്ടൻ കൂടിയുള്ള വീക്കെൻഡ് എപ്പിസോഡ്, രണ്ടാമത്തെ എപ്പിസോഡ് അത് ഇന്ന് കഴിഞ്ഞു. 2 എവിക്ഷൻസ് ആണ് സംഭവിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെ ഏറ്റവും ഗംഭീര പ്ലെയറായിട്ട് ഇപ്പോൾ നോക്കിക്കാണുന്നത് ആരെയാണ്? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഗംഭീര പ്ലെയർ അയാൾ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ആർക്കൊക്കെ ആയിരിക്കും പ്രത്യക്ഷത്തിൽ മാറ്റം ഉണ്ടാവുക? എൻറ്റയർ ഗെയിം വരെ ചേഞ്ചായി പോകുന്ന തരത്തിൽ ഇപ്പോൾ കളിയെ നിയന്ത്രിക്കുന്ന ആ ഗംഭീര പ്ലെയറിനെ തന്നെയാണോ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഇന്നത്തെ എവിക്ഷൻ 2 പേരായിരുന്നു പുറത്തായത്. ആ 2 പേരും പുറത്തായതിന് ശേഷമുള്ള ഗെയിമിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പലരും നോമിനേഷനിൽ വന്ന് പെടാത്തത് കൊണ്ട് സർവൈവ് ചെയ്ത് പോയതല്ലേ എന്ന് പോലും തോന്നിപ്പിച്ച ആളുകളാണ് ഇന്ന് എവിക്റ്റായി പോയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ജിഷിനാണ്. ജിഷിൻ ഔട്ടായി പോകുന്ന സമയത്ത് അവിടെ ഗെയിമിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ ഇടയില്ല. അപ്പോൾ പോലും ജിഷിൻ ഒരു എൻ്റർടൈനറായിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ടാസ്കിൻ്റെ ഭാഗമായ അയാൾ പറയുന്ന ഡയലോഗും അതുപോലെ അയാളുടെ ക്യാരക്ടറിനെ അയാൾ എനാക്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെ കൊണ്ട് അവിടെ ഇവിടെ രസിപ്പിക്കാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് നമുക്കെടുക്കാൻ, പ്രേക്ഷകരെന്നുള്ള രീതിയിൽ നമുക്കെടുക്കാൻ പറ്റുന്നൊരു കാര്യം, തൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായി എന്ന് മനസ്സിലായപ്പോൾ ആദ്യമേ അപ്പോളജൈസ് ചെയ്യുകയും ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാതെ നോക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പുള്ളി ഇന്ന് ഔട്ടായി പോകുന്ന സമയത്ത് ലാലേട്ടനോട് പറയുന്നതും അതുപോലെ പ്രേക്ഷകരോട് പറയുന്നതും ഒക്കെ കേട്ട് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പുറത്തായത് അത് എൻ്റെ കഴിവുകേടുണ്ട് അല്ല, അവിടെയുള്ള ആളുകളൊക്കെ അത്രയും കഴിവ് കൂടിയവരായതുകൊണ്ടാണ് എന്നൊക്കെയാണ്. അതിനെ ഒരു വളരെ പോസിറ്റീവ് സെൻസിൽ എടുക്കുക, എല്ലാവരോടും സ്നേഹം മാത്രം മനസ്സിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ജിഷിൻ അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ജിഷിൻ ഉള്ളിടത്തോളം കാലം ജിഷിൻ അപ്പോളജൈസ് ചെയ്തിട്ടുള്ള ആ വിഷയത്തിൽ വേറെ ആരെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇടപെടുമായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നിപ്പോൾ ജിഷിൻ അവിടെ ഇല്ല. ജിഷിൻ പുറത്തിറങ്ങിയ പാടെ അനുമോൾ നേരെ പുതപ്പ് കയറി പിടിച്ചു. ജിസയിൽ, ആര്യൻ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുതപ്പ് വിഷയമൊക്കെ ആക്കിയിട്ട് അനുമോൾ വീണ്ടും ഒരു അറ്റാക്കിന് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഫൺ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള തോന്നലും കൂടി അനുമോൾ അതിൻ്റെ കൂടെ പിടിക്കുന്നുണ്ട്. മാത്രമല്ല അനുമോൾക്കൊപ്പമാണിപ്പോൾ ആദിലയും നൂറയും ഷാനവാസും ഒക്കെ ഉള്ളത്. അതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആര്യൻ ജിസൈൽ വിഷയത്തിൽ ബിന്നിയും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ മിച്ചമുള്ള ഒനിയിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും അനുമോൾക്കറിയാം. ആര്യൻ ജിസൈൽ വിഷയത്തിനെ കുറിച്ച് ലാലേട്ടൻ ചോദിച്ചപ്പോൾ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ അനുമോൾ പറഞ്ഞിരിക്കുന്നത് ഞാനതൊക്കെ അന്നേ വിട്ടു ലാലേട്ട എന്നുള്ളതാണ്. പക്ഷേ താൻ അന്ന് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ എതിർത്ത് നിന്ന ആളുകൾ കൂടി താൻ പറഞ്ഞ അതേ ട്രാക്കിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ. മാത്രമല്ല ഇന്നത്തെ ദിവസം ലാലേട്ടൻ അനുമോൾക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഫണ്ണായിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഇമേജ് ഒന്നും എനിക്ക് തരണ്ട, ഞാൻ ഇത് തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞ് വീണ്ടും ആ പുതപ്പ് കയറി പിടിക്കുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമുള്ള ഷാനവാസിനോടൊപ്പമുള്ള കോൺവെർസേഷൻ, ആര്യൻ അതിനെ ഡീൽ ചെയ്ത രീതി, അതൊക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ജിഷിൻ ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ അനുമോളുടെ ആക്ട് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനെ എതിർത്ത് ഉറക്കെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ പുറത്തും അനുമോൾ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ജിഷിൻ. അനുമോൾ അത് 2-3 വട്ടം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിഷിൻ എതിർക്കാൻ ഇടയുള്ളൊരു വിഷയത്തിൽ അനുമോൾ ചാടിക്കയറി പിടിക്കാൻ സാധ്യതയില്ലായിരുന്നു. ജിഷിൻ പോകാൻ കാത്തിരിക്കുകയായിരുന്നു, മറ്റേ കട്ടിലിൽ പുതപ്പെടുക്കാൻ എന്ന് പറയുന്നത് പോലെയാണ് ആ വിഷയത്തിനെ ഫീൽ ചെയ്തത്. എനിവേ ജിഷിൻ എവിക്റ്റായി. അതിനോടൊപ്പം എവിക്റ്റായി പോയിട്ടുള്ള അടുത്ത ആളെന്ന് പറയുന്നത് അഭിലാഷാണ്. അഭിലാഷ് അവിടുന്ന് എവിക്റ്റായി പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ ഈ ഗെയിമിനെ നോക്കുമ്പോൾ വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ മാറാൻ പോകുന്നില്ല. കാരണം ഒനീലിൻ്റെ കുറച്ച് സമയത്തെ വിഷമത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർ 2 പേരും അവിടെ കാര്യമായിട്ടുള്ള ഗെയിം ഒന്നും കളിച്ചിട്ടില്ല. മാറിയിരുന്ന് കുറ്റങ്ങൾ പറയുക, അടുത്ത തവണ അവസരം കിട്ടട്ടെ, ഞാൻ അവനെ മലർത്തിയടിക്കും, അല്ലെങ്കിൽ അവളോട് ഞാൻ ഇങ്ങനെ പ്രതികാരം ചെയ്യും, അവൾ വിഷമാണ്, ഇവൻ ശരിയല്ല, അവരുടെ ബന്ധം ശരിയല്ല എന്നൊക്കെയുള്ള ഒരു പരദൂഷണ സംസാരം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ഗെയിം എക്സിക്യൂട്ട് ചെയ്യുകയോ, ഇനി ഈവൻ ഒനിയിൽ ഒറ്റയ്ക്കോ അഭിലാഷ് ഒറ്റയ്ക്കോ നിൽക്കുമ്പോഴും നല്ല ഗെയിമേഴ്സ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അഭിലാഷ് അവിടെ നിന്ന് എവിക്റ്റായി പോകുന്നതിന് ശേഷം നമ്മൾ കാര്യമായിട്ടുള്ള ഗെയിം ഒന്നും കാണാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതിനുശേഷം അഭിലാഷ് ഈ ഹൗസിലേക്ക്, ഈ ബോക്സിൻ്റെ മുകളിൽ കൂടി ചാടിച്ചാടിയാണല്ലോ അവർ എവിക്ഷൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഹൗസിനകത്തേക്ക് കയറിയിട്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിരുന്നില്ല അഭിലാഷ് പറയേണ്ടിയിരുന്നത്. കാരണം തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ആര്യനെയും ജിസേലിനെയും കുറിച്ച് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ലെവലിൽ നമുക്ക് ഒരിക്കലും കാണാനാവാത്ത അത്രയും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെക്കുറിച്ച് 1 അല്ല 2 അല്ല ഒത്തിരി വട്ടം വളരെ മോശമായി സംസാരിക്കുന്ന അഭിലാഷിനെയും ഒനീലിനെയും കണ്ടു. ഒനീലിൻ്റെ മുഖം കണ്ടപ്പോൾ ജിസേൽ വല്ലാണ്ട് ഞെട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അഭിലാഷ് ഇങ്ങനൊരു സോറി പറയുമ്പോൾ തീർച്ചയായും അവരൊരു അപ്പോളജി അർഹിക്കുന്നുണ്ടായിരുന്നു, അവരോട് കൃത്യമായി മാപ്പ് പറയേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ജസ്റ്റർ എന്ന് പറയുന്നത്, ആദ്യം അഭിലാഷ് ഈ കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞതിന് ശേഷം ആദ്യം അഭിലാഷിനെ ചെന്ന് ഹഗ് ചെയ്യുന്നത് ജിസയിലാണ്. അതുപോലെ ആര്യനും കെട്ടിപ്പിടിച്ച് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടാണ് അഭിലാഷിനെ യാത്രയാക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്ലിയർ ഡിഫറൻസ് ഉണ്ട്. അതായത് ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെക്കുറിച്ച് ഏറ്റവും മോശം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ അവിടെ നിന്ന് യാത്രയാവുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഒരു പ്രതികാരം ചെയ്യാം, സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറാം. പക്ഷേ
അവർ ഈ വിഷയത്തിനെ ഡീൽ ചെയ്യുന്നത്, ആര്യനും ജിസയിലും ഈ വിഷയത്തിനെ ഡീൽ ചെയ്യുന്നത് അവരുടെ ഒരു പേഴ്സണൽ വിഷയമായിട്ടാണ്. ഇപ്പോൾ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ ഷാനവാസും അനുമോളും ഒക്കെ ചെന്നിരുന്ന് അനീഷും ഒക്കെ ഇരിക്കുന്ന ഒരു സ്പേസിൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ പോലും അവരത് അഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ വിഷയമായിട്ടാണ്, അവർക്കിടയിൽ മാത്രം നിൽക്കേണ്ട വിഷയമായിട്ടാണ്. എന്നാൽ അതേസമയം ആ വിഷയത്തിനെ ഇത്രയും മോശമായി ഡീൽ ചെയ്തു എന്നുള്ളതുകൊണ്ട് അതേ കാർഡിൽ തിരിച്ചടിക്കുക എന്ന് പറയുന്നൊരു നയമല്ല അവരിവിടെ സ്വീകരിക്കുന്നത്. അവർ ഈ മോശം വാക്കുകൾ ഉപയോഗിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവരുടെ നിലവാരത്തിലേക്ക് താഴെയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ, നമ്മളിതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, നിങ്ങളിതൊക്കെ കണ്ടു പഠിക്കൂ എന്ന് പറയുന്ന ഒരു അപ്ലിഫ്റ്റിംഗ് ഫാക്ടറാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ അതിന് ശേഷം അക്ബറിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു റെസ്പോൺസ് എനിക്കൊരു വൻ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒനിയിലും അഭിലാഷും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തത് അക്ബറിനെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കണമെന്നായിരുന്നു. പക്ഷേ അഭിലാഷ് ഔട്ടായതിനു ശേഷം ഒനിയിൽ സാഡ് അടിച്ചിരിക്കുമ്പോൾ ഒനിയിലിൻ്റെ കൂടെയുള്ളത് അക്ബറാണ്. അക്ബർ പറയുന്നത് അവൻ നല്ലൊരു ഗെയിമറായിരുന്നു എന്നാണ്. ഏത് ഗെയിം കണ്ടിട്ടാണ് അതൊരു നല്ല ഗെയിമറായിരുന്നു എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. 2, സാബുമാൻ, ആദില, നൂറ, ലക്ഷ്മി തുടങ്ങി കളിക്കാത്ത കുറേ ആളുകൾ, ഗെയിമേഴ്സ് അല്ലാത്ത കുറച്ച് ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ എന്തിനാ അഭിലാഷ് പുറത്തു പോയി എന്നുള്ളതാണ് അക്ബറിൻ്റെ സങ്കടം. ഈ ലിസ്റ്റിൽ പക്ഷേ ഈ 4 പേരുടെ ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഗെയിമർ എന്ന് പറയുന്നത് ലക്ഷ്മി തന്നെയായിരിക്കും. ലക്ഷ്മിക്ക് ക്ലിയർ കട്ട് ടാർഗറ്റ്സ് ഉണ്ട്, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്, അത് അവർ ഒരു സൈഡിൽ കൂടി കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. സാബുമാൻ നല്ലൊരു ഒബ്സർവറാണ്, അറ്റ്ലീസ്റ്റ് വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കാതെ ആളുകളെക്കുറിച്ചും അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും സംസാരിക്കുന്ന ഒരാളാണ്. ഒരു പ്യുവർ ഗെയിമർ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതൊന്നും ഇല്ലെങ്കിലും ഒരു നല്ല ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഡീസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് സാബുമാനെ കാണാൻ പറ്റും. ഇത്തവണത്തെ സീസണിൽ നമുക്ക് മഷീട്ട് നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു കാറ്റഗറിയാണ് സാബുമാൻ ഉൾപ്പെടുന്ന ആ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അക്ബർ അഭിലാഷ് പോകുമ്പോൾ ഒരു ഗെയിമറെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സങ്കടം വിവരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അഭിലാഷ് ഇറങ്ങുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് ലാലേട്ടൻ ഗുഡ് നൈറ്റ് പറയുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ മിച്ചം നിൽക്കുന്ന ആൾക്കാരോടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ആവരുത് നിങ്ങൾ കളിക്കുന്നത്, സ്വന്തമായി ജയിക്കാൻ വേണ്ടി ആയിരിക്കണമെന്ന്. നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്നൊരു സാധനം തൊട്ട് മുമ്പത്തെ ദിവസം ഈ ഇമ്മ്യൂണിറ്റി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ അക്ബറിനാണോ ആ ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടിയിരുന്നത്, ബിന്നി അതിന് അർഹയാണോ എന്നുള്ള അർത്ഥം ധ്വനിപ്പിക്കുന്ന രീതിയിൽ ലാലേട്ടൻ 1-2 വട്ടം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ മത്സരത്തിനെ ജഡ്ജ് ചെയ്ത ആൾക്കാരിൽ ഒരാൾ ഇന്ന് എവിക്റ്റ് ആവുന്നത്. അപ്പോഴാണ് ലാലേട്ടൻ ഇത് പറയുന്നത്. മാത്രമല്ല അഭിലാഷും ഒനിയിലും തമ്മിലുള്ള ഡിസ്കഷനിലും അക്ബറിനെ തോൽപ്പിക്കാം, അക്ബറിനെ എണീപ്പിച്ച് നിർത്തിയിട്ടാണ് ലാലേട്ടൻ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. അക്ബറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ശ്രമങ്ങളുണ്ട്. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പലരും ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കുക, ഇവരെ പുറത്താക്കുക. പ്രത്യേകിച്ച് അക്ബറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തിരി ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളാണ് അഭിലാഷ്, ഒനിൽ, ബിന്നി. അവർ കൂടിയിരുന്ന് അക്ബറിന് ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒരു ചർച്ച നടത്തി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് ഈ ബോട്ടിൽ ടാസ്ക് ഒക്കെ നടക്കുന്ന സമയത്ത് അക്ബറിന് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ട് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന നെവിൻ്റെ ഈ കുപ്പികളൊന്നും വാങ്ങരുതെന്ന് പറഞ്ഞ് ആദിലയും നൂറയും അനുമോളും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഇക്കൻ്റെ മക്കളെ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് അക്ബറാണ് എന്ന് പറഞ്ഞ് അക്ബറിനെ ടാർഗറ്റ് ചെയ്യാൻ നടക്കുന്ന ഷാനവാസിനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അക്ബറിനെ നന്നായി കളിക്കാൻ വേണ്ടി പുറകെ നടന്ന് ഉപദേശിക്കുന്ന അനീഷിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഒരു അക്ബർ ടാർഗറ്റിംഗ് നടക്കുന്നുണ്ട്. ഇവരൊക്കെ ശ്രമിക്കുന്നത് ആളുകളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ജയിക്കാൻ വേണ്ടി കളിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിൽ ചെയ്യേണ്ടത്. പക്ഷേ ബാക്കിയുള്ളവൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവനെയൊക്കെ തോപ്പിച്ചിട്ട് വേണം എനിക്ക് ജയിക്കാൻ. ഇത് ഞണ്ട് ആറ്റിറ്റ്യൂഡാണ്. ഞണ്ടുകളെല്ലാം കൂടി നമ്മളൊരു കൊട്ടക്കകത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഞണ്ടും രക്ഷപ്പെട്ടു പോകില്ല. കാരണം ഒരു ഞണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വലിഞ്ഞ് മോളിൽ കയറുമ്പോൾ പുറകിൽ നിൽക്കുന്ന ഏതെങ്കിലും ഞണ്ട് അതിനെ വലിച്ച് താഴെ ഇടും. അങ്ങനെ എല്ലാ ഞണ്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതുകൊണ്ട് ഒരു ഞണ്ട് പോലും രക്ഷപ്പെടില്ല. ഇതിപ്പോൾ എവിക്റ്റായി മിച്ചം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജയിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ്. നല്ല ഗെയിമേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സങ്കടം ഇവിടെയുണ്ട്. എല്ലാവരും ലാലേട്ടൻ പറഞ്ഞതുപോലെ ജയിക്കാൻ വേണ്ടി കളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല പലതും കാണാൻ പറ്റും. ലാലേട്ടൻ ഈ ആഴ്ച പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച ഒരു കഥയൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരു തോണി നമ്മുടെ നേർക്ക് വരുന്നു, എംറ്റി ബോട്ട് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നേർക്ക് ഒരു തോണി വരുന്ന കാണുമ്പോൾ അതിൽ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ തോണിയെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ തോണിയിൽ ആരും ഉണ്ടാവില്ല. ഇവിടെ ഇവരെല്ലാവരും അക്ബറിനെ ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആക്ച്വലി അക്ബർ ഇപ്പോൾ ഭയങ്കര വീക്കാണ്. അക്ബറിന് അങ്ങനെ കാര്യമായിട്ടുള്ള ഗെയിം ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൗണ്ടർ പറയുക, ചിരിപ്പിക്കുക, എന്നിട്ട് ഇരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അക്ബറിന് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ടാർഗറ്റ് ചെയ്ത് കളിക്കേണ്ട മറ്റു പല ആളുകളും ഉണ്ട്. അവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങുകയും ഇതിൽ വീക്കസ്റ്റ് പ്ലെയേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കിയൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി രസമുള്ള ഗെയിമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇവരെല്ലാവരും ലാലേട്ടൻ പറഞ്ഞ പോലെ മുന്നിൽ കാണുന്ന ആ തോണി
ആ തോണിയിൽ അക്ബർ ഉണ്ടെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ അക്ബർ ആ തോണിയിലില്ല. എന്തായാലും എപ്പിസോഡ് തുടങ്ങുന്ന സമയം മുതൽ ലാലേട്ടൻ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആദിലയെ ചോദ്യം ചെയ്തതാണ്. ആദില ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു, അയാളെ ഫിസിക്കലി ആക്രമിക്കുന്നു, അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അനീഷിനെയാണെന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. ലാലേട്ടൻ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടല്ല എന്നാൽ പോലും ആദിലെ എണീപ്പിച്ച് നിർത്തി ചോദിക്കുകയും അനീഷിനോട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയം മുഴുവൻ ആദില പറയുന്നൊരു കാര്യം, എനിക്ക് അയാളെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ളവരെ മാത്രമാണ് ഞാൻ അങ്ങനെ ചൊറിയുള്ളൂ എന്ന് പറയുന്നൊരു കാര്യമാണ്. ഷാനവാസ് ഇക്ക എണീറ്റതിന് ശേഷവും ആദിലക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആദിലയുടെ ഫ്രണ്ടായിട്ടുള്ള അനുമോൾ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവരെല്ലാവരും ഉപയോഗിക്കുന്ന ഇതിലെ പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചൊറിയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേ ഉള്ളൂ. അപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ ചൊറിച്ചിൽ കാണുമ്പോൾ അത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് സഹിക്കണം എന്ന് വാദിക്കരുത്. അനീഷിന് അത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പോകരുത്. സാബുമാനും എണീറ്റ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ അനീഷിന് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടാണെന്ന്. നമ്മൾ തമ്മിലാണെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും എന്നൊക്കെ ആദിലോട് സാബുമാൻ എണീറ്റ് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അനീഷിന് അത് ഇഷ്ടമല്ലെങ്കിൽ ആദിലത് ചെയ്യരുത്. നിങ്ങളുടെ സ്നേഹമൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വരണം, അല്ലാതെ നിങ്ങളുടെ സ്നേഹം ബാക്കിയുള്ളവർ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കരുത്. അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണം ഈ പറയുന്ന കാര്യത്തിന് സ്നേഹം കൊണ്ടാണ് ഇട്ടോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ഷാനവാസും നെവിനും തമ്മിലുണ്ടായ വിഷയമാണ്. നെവിൻ അയാളുടെ ലവ് ലാംഗ്വേജ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസിൻ്റെ അടുത്ത് അയാളെ ഹഗ് ചെയ്യുകയും അങ്ങനെയൊക്കെ പെരുമാറുകയും ചെയ്തത്. ഷാനവാസിന് അത് അൺകംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ ഷാനവാസിനൊപ്പമാണ്. ഷാനവാസിന് അൺകംഫർട്ടബിൾ ആണെങ്കിൽ നെവിൻ്റെ ലവ് ലാംഗ്വേജ് അതാണ് എന്നുള്ളതിന് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. നെവിൻ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ ആദില അനീഷിൻ്റെ അടുത്ത് ഈ സ്നേഹപ്രകടനം കൊണ്ടുള്ള ചൊറിച്ചിൽ കാണിക്കാൻ ചെല്ലുമ്പോൾ അനീഷിന് അത് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ആദിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് പേഴ്സണൽ ബൗണ്ടറി കടന്നു കയറി അയാളെ ആക്രമിക്കുന്നത് പോലെയാണ്. ഷാനവാസിന് വേണ്ടി വാദിച്ച ആദിലയും ഷാനവാസും അനുമോളും ഒക്കെ അത് അവളുടെ സ്നേഹം കൊണ്ട് കാണിക്കുന്ന ഒരു കുറുമ്പാണ് കേട്ടോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ഇതേ കാര്യം എന്നാൽ നെവിനും നിങ്ങൾ ആപ്ലിക്കബിൾ ആയിരിക്കണം. ഇതിനിടയിൽ ആര്യൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ആദിൽ ഈ ന്യായീകരണമൊക്കെ നടത്തുന്ന സമയത്ത് ആര്യൻ്റെ മുഖത്ത് പുച്ഛമാണ്. പുച്ഛം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോറിക്ക് ലോഡിന് കൊണ്ട് നിറക്കിയതുപോലെയുള്ള പുച്ഛമുണ്ട്. ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഞാനൊരു തമാശ കാണിക്കുന്ന സമയത്ത് ഇവിടെ ആർക്കും അത് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ വേറെ ചിലരൊക്കെ തമാശ കാണിക്കുന്ന സമയത്ത് അത് തമാശയാണെന്ന് വരുത്തി തീർക്കാൻ കുറേ ആൾക്കാർ വട്ടം കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഞാനും ഇതൊക്കെ തമാശയാണെങ്കിൽ ഇതേപോലത്തെ തമാശകൾ ഞാനും ഇനി കാണിക്കും, അപ്പോൾ എല്ലാവരും അംഗീകരിച്ചോണം എന്ന് പറയുന്നൊരു കാര്യമാണ്. അതാണ് അവിടെ കൊടുക്കാൻ പറ്റുന്ന മറുപടി. ആദില കാണിക്കുമ്പോൾ നിങ്ങൾക്കത് സ്നേഹപ്രകടനം മാത്രമായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ കാര്യം ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴും, അതായത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പ്ലേറ്റ് എല്ലാം കൊണ്ടുവന്ന് അടിച്ച് ശബ്ദം ഉണ്ടാക്കുക, ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ ദേഹത്ത് അവർക്ക് താല്പര്യമില്ലാതെ ക്രീമുകളൊക്കെ വാരി തേക്കുക, ജോലി ചെയ്യാൻ പറയുന്ന സമയത്ത് അത് പറ്റില്ല എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുക, ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ട് റിഫ്ലക്സ് ആണെന്ന് വാദിക്കുക, പാത്രം കഴുകിയ വെള്ളമോ തുണി അലക്കിയ വെള്ളമോ ഒക്കെ ബാക്കിയുള്ളവരുടെ മേത്തൊഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പരിപാടികൾ അത് തമാശയല്ല. നിങ്ങൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നാണ് ലാലേട്ടൻ അതിൻ്റെ ഒരു രത്ന ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കുന്നതെന്ന് തോന്നി. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ഇതിനൊരു തമാശയായിട്ട് കാണുകയാണ്. ഷാനവാസിനെ ലാലേട്ടൻ എണീപ്പിക്കുമ്പോൾ ചോദിക്കുന്നത്, ഷാനവാസ് ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽപ്പെട്ട് കഷ്ടപ്പെടുകയാണല്ലേ എന്നുള്ളതാണ്. ഇവരെ രണ്ടുപേരും ഒന്ന് അടുപ്പിച്ചിട്ട് വേണം ഷാനവാസിന് ഒന്ന് ശ്വാസം വിട്ട് ആരുടെയെങ്കിലും മെക്കിട്ട് കയറാൻ എന്നുള്ള അവസ്ഥയിലാണ് ഷാനവാസ് വെയിറ്റ് ചെയ്യുന്നത്. ആ കാര്യം ചോദിക്കുന്നുണ്ട്. അതുപോലെ ഷാനവാസ് ഇത് രണ്ടും കണ്ട് ബോറടിച്ച് തുടങ്ങി എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ബോറടിച്ച് തുടങ്ങി. അതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വാക്ക് എന്നുള്ളതാണ്. അത് അവർ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലെ സംബന്ധിച്ചും നമ്മൾ നേരത്തെ അഭിലാഷിൻ്റെയും ജിഷിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെയാണ്. ഗെയിം ഒന്നുമില്ല, ഇങ്ങനെ ബഹളം വെക്കുക, ചീത്ത വിളിക്കുക, വളരെ മോശം ആറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യനോട് കാണിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആദിലേക്കും കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാനുകളോ സ്ട്രാറ്റജികളോ നമ്മൾ കാണുന്നില്ല. മാങ്ങയാണോ മാങ്ങാണ്ടിയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ആര്യനെ എണീപ്പിച്ച് നിർത്തി ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംസാരം ഡബിൾ മീനിങ് ആണ്. എന്നാൽ പോലും അതിലൊരു രസമുണ്ട്. ആ കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിക്കലുകളോ ആക്രമിക്കലുകളോ അല്ലെങ്കിൽ മാറിയിരുന്ന് കുറ്റം പറച്ചിലോ ഒന്നും അല്ലാതെ ഒരു സരസമായിട്ടുള്ള സംഭാഷണം എന്നുള്ള രീതിയിൽ ഒരു കോൺവെർസേഷൻ കണ്ടതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. രണ്ട് കൂട്ടർക്കും പരാതിയും പരിഭവമൊന്നും ഇല്ലാത്തടത്തോളം ഇത്തരം കോൺവെർസേഷൻസ് കുഴപ്പമില്ല. ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള കോൺവെർസേഷൻ ദാറ്റ് വാസ് നൈസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ചെറിയ കാര്യമാണ് എന്നാൽ പോലും BB അവാർഡ്സ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു, നന്നായി പോയി, തമാശയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൽ അനുമോളാണ് പല കോളങ്ങളും ഫില്ല് ചെയ്യാതെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു, ഞാൻ എങ്ങനെയാണ് ഈ ചൂലുകൊണ്ടൊക്കെ ഒരു അടി കിട്ടേണ്ട ഒരാളെയൊക്കെ എങ്ങനെയാണ് ഞാനിതിൽ പറയുക, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതാണ്. അപവാദ കഥകളും മഞ്ഞപ്പത്രങ്ങളെയും ചില സമയത്ത് നീല പുസ്തകങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കഥമെനയിലൊക്കെ കാണുമ്പോൾ അനുമോൾക്ക്
നിങ്ങൾക്ക് ചൂലിനോട് എന്താണ് ഇത്ര വിഷയം? ചിലപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചൂലിൻ്റെ കാര്യം മാത്രമായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. എന്തായാലും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതിനെ നിങ്ങൾക്ക് ഗെയിമായിട്ട് കണ്ടുകൂടെ, ഇത് എന്തിനാണ് പേഴ്സണലായിട്ട് എടുക്കുന്നത്? അത് ആക്ച്വലി എല്ലാവരോടുള്ള ചോദ്യമാണ്. ഈ ഗെയിം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഇത് അങ്ങ് പേഴ്സണലായിട്ട് എടുക്കുകയാണ്. ഇത് പേഴ്സണലല്ല, ഇതൊരു ഫൺ ആക്ടിവിറ്റിയാണ്. അത് ആ രീതിയിൽ എടുക്കണം. അതിൽ രസമുള്ളൊരു കോൺവെർസേഷൻ ബിൽഡായത് അനീഷിന് കിട്ടിയ അവാർഡിനെ കുറിച്ച് സംസാരിച്ചതാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് അക്കാഡമി തുടങ്ങാൻ സാധ്യതയുള്ളയാൾ എന്നുള്ള അവാർഡാണ് അനീഷിന് കിട്ടുന്നത്. അപ്പോൾ ജിസേൽ എണീറ്റ് എന്ന് പറയുന്നുണ്ട്, ഇയാൾ 5 വർഷം ലീവ് എടുത്തു, മാത്രമല്ല UK ബിഗ് ബ്രദർ ഷോ വരെ കണ്ട് കുത്തിയിരുന്ന് പഠിച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നതാണെന്നുള്ള രീതിയിൽ. അനീഷ് അതിനെ കൗണ്ടർ ചെയ്യുന്നത്, അങ്ങനെ വന്നിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കളിയല്ല ഇത്. ഞാനിപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ പ്രിപ്പറേഷൻ ഫലിക്കണമെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറണമല്ലോ, അതൊരിക്കലും നടക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു കളിയല്ല ഇത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ അനീഷിനെ നോക്കുകയാണെങ്കിൽ അനീഷ് ഒരു ഫിക്സഡ് ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് വർക്കാവുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും. പിന്നെ സ്ട്രാറ്റജികൾ വർക്കാവുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലും ഗെയിം കളിച്ചേക്കാം. അപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മനോധൈര്യവും ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും അതൊക്കെ അനീഷിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അനീഷ് സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നത്. അക്ബറിന് മഞ്ഞപ്പത്രം അവാർഡാണ് കിട്ടിയത്. അത് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത്, ഞാനിങ്ങനെ ആൾക്കാരുടെ മുഖത്തടിച്ച് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടായിരിക്കാം എന്നെ മഞ്ഞപ്പത്രം എന്ന് വിളിക്കുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട്. ആ സമയത്ത് 3 പേർ അവിടെ ഇരുന്ന് ഓ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൽ ആദിലുണ്ട്, അനുമോളുണ്ട്, ബിന്നിയുണ്ട്. ഇവർ 3 പേരും ഈ ഓ വിട്ടതിന് ശേഷം അക്ബർ അതിന് കൊടുക്കുന്ന കൗണ്ടർ നല്ല രസമായിരുന്നു. ലാലേട്ടൻ നേരത്തെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം വാദിച്ച ആൾക്കാരാണ് ഈ ഇരുന്ന് ഓ വിടുന്നത്. അവർക്ക് ചിലപ്പോൾ മഞ്ഞപ്പത്രം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ ഇനിയും തോന്നും എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അതൊരു നല്ല കൗണ്ടറായിരുന്നു. കാര്യം ഇമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോൺവെർസേഷൻ അത് ആക്ച്വലി ഗ്രൂപ്പ് കളികളെയും തുറന്നു കാണിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ ലാലേട്ടൻ ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്, ഇത് വളരെ പ്രഷറായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ആഴ്ചകളാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിംസ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഈ ഉറക്കം, അലസത പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. നമ്മളെപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. അപ്പോൾ ഇപ്പോഴും ഉറക്കവും അലസതയും ഒക്കെ പലർക്കും ഉണ്ട് എന്നൊരു സൂചന ലാലേട്ടൻ ഈ കോൺവെർസേഷനിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും എവിക്ഷനും മറ്റ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത ആഴ്ച ഫാമിലി വീക്കാണ് വരാൻ പോകുന്നതെന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം ലാലേട്ടൻ നമ്മളോടും കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞു പോവാണ്. അതിനുശേഷമാണ് ചില നാടകീയ രംഗങ്ങൾ നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണുന്നത്. ഉപയോഗിക്കുന്നില്ലാത്ത ബ്ലാങ്കറ്റും മറ്റു കാര്യങ്ങളും മിക്കവാറും ഈ എവിക്റ്റായി പോയിട്ടുള്ള ആളുകളുടെ ആയിരിക്കും. അത് സബ്മിറ്റ് ചെയ്യണമെന്ന് മറ്റോ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അനുമോൾ ആ ഒരു കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചില പുതപ്പ് പരിപാടികൾ വീണ്ടും ആവിഷ്കരിക്കുകയായിരുന്നു. നമ്മളീ പറയുന്ന പുരോഗമന പരിപാടികളൊക്കെ പറയുന്ന ആദിലയും നൂറയും ബിന്നിയും അടക്കം അനുമോൾക്ക് ഈ കാര്യത്തിൽ സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു. കാരണം എവിക്റ്റായി പോയിട്ടുള്ള ആളുകളുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഒരു ലൂപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് അനുമോൾ ചെയ്തത് ആളൊന്നുക്ക് ഒരു ബ്ലാങ്കറ്റ് മതി, എക്സ്ട്രാ ബ്ലാങ്കറ്റും കൂടി എടുത്ത് കൊടുക്കണമെന്ന്. ഇത് മുൻ ക്യാപ്റ്റനായിട്ടുള്ള എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും ആ ക്യാപ്റ്റൻസി മാറും. പക്ഷേ ക്യാപ്റ്റനായിട്ടുള്ള ഒനീലിൻ്റെ അടുത്തുനിന്ന് ഒരു കൺഫർമേഷൻ വാങ്ങിച്ചതിന് ശേഷം ആര്യൻ ജിസൈൽ കോമ്പിനേഷൻ അവരുടെ ബെഡിലുള്ള ആ എക്സ്ട്രാ ബ്ലാങ്കറ്റും കൂടി അനുമോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുമായി പോകുന്നത് കാണുമ്പോൾ ആര്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആര്യൻ വളരെ ബലമായിട്ട് തന്നെ അനുമോളുടെ കയ്യിൽ നിന്ന് ആ ബ്ലാങ്കറ്റ് പിടിച്ചു വാങ്ങുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു റൂളില്ല. അപ്പം അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ ദാറ്റ് വാസ് റോങ്. പക്ഷേ അങ്ങനെ ഒരു റൂൾ ഇല്ലാത്തടത്തോളം അനുമോൾ ഈ അവസരത്തിന് ഉപയോഗിക്കുകയാണെന്നുള്ളതും അതിന് ബാക്കിയുള്ളൊരു കൂട്ട് നിൽക്കുകയാണെന്നൊക്കെയുള്ളൊരു ധാരണയുടെ പുറത്ത് തന്നെയാണ് ആര്യൻ ആ ഒരു ബ്ലാങ്കറ്റ് പിടിച്ചു വാങ്ങുന്നത്. അതിനുശേഷം വീണ്ടും വാദിക്കാൻ വേണ്ടി വരുന്ന അനുമോളുടെ അടുത്ത് ജിസയിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് മുമ്പ് എവിക്റ്റായി പോയിട്ടുള്ള ആളുകളുടെയൊക്കെ ചില ബാസ്ക്കറ്റുകളൊക്കെ നിൻ്റെ കയ്യിൽ ഇപ്പോഴും എക്സ്ട്രാ ബാസ്ക്കറ്റൊക്കെ നിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതും തിരിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടേ എന്നുള്ള ചോദ്യമൊക്കെയാണ്. അതിന് അനുമോൾ ഉത്തരവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് 2 കറക്കം കറങ്ങിയിട്ട് തിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു പരിപാടി അനുമോൾ വീണ്ടും കയറി പിടിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്നുള്ള കോൺവെർസേഷൻസ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഷാനവാസും അനുമോളും കൂടി ആര്യനും ജിസയിലും കിടക്കുന്ന ബെഡിനടുത്ത് നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് അനീഷ് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ള രീതിയിൽ അതങ്ങ് വ്യക്തമാക്കിക്കൂടെ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ചോദ്യങ്ങൾ പറയുന്നത്. അതിൽ ആര്യൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഒരു സ്നേഹം, ഒരു സ്പെഷ്യൽ സ്നേഹം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്റ്റേജിലാണ്. അതായത് ഞങ്ങൾ തമ്മിൽ പോലും ഇത് കൺഫേം ആയിട്ടില്ല, ഇതൊരു ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണ്. ഷാനവാസ് ആ കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ തിരിച്ചു പറയുന്നത് ഒരു മൂഡില്ല, ആണോ അല്ലയോ എന്ന് അറിയില്ല എന്നുള്ള കാര്യമാണ്. ആക്ച്വലി ഇതൊന്നും അവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ഓരോ റിലേഷൻഷിപ്പുകൾക്കും ഓരോ സ്റ്റേജ് ഉണ്ട്. ആദ്യം ഒരു ടോക്കിംഗ് സ്റ്റേജ് ആയിരിക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷനുള്ള സ്റ്റേജ് ആയിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് മാത്രമായിരിക്കും ആദ്യം ഇത് വർക്കാവുന്നത്. അത് അവർ തമ്മിൽ സോർട്ട് ചെയ്യട്ടെ, അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഇനി അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ വോട്ടിംഗ് നിലവാരമൊക്കെ കുറയുന്നതനുസരിച്ച് അവർ എവിക്റ്റായി പോയിക്കോട്ടെ. നിങ്ങൾ അതിൻ്റെ അകത്ത് എന്തിനാണ് വീണ്ടും വീണ്ടും ഈ സംശയിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുമെന്ന് അവരുടെ പുറകെ നടന്ന് ബഹളം വെക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ച് വാങ്ങേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ഷാനവാസ് അർഹിക്കുന്ന ഒരു വലിയ ചോദ്യം. ഇതിലൊരു ആശ്വാസം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഷാനവാസ് കംപ്ലീറ്റ്ലി ഈ അനുമോളൊക്കെ ചെയ്യുന്ന ആക്ടിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനെ എതിർത്തുകൊണ്ട് തന്നെ അനുമോളോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് കേസ് വേറെ എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള അക്ബർ പറയുന്നുണ്ട് കണ്ണുകടിയാണെന്ന്. എനിക്കറിയില്ല, ഞാനിതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഷാനവാസിനെ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അനുമോൾക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഷാനവാസിനെ ഒരു പക്ഷേ കുറച്ച് ആളുകളെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് അനുമോളെ ഉപദേശിക്കുന്നത്, നീ എന്തിനാണ് ഈ CBI CID പണിയൊക്കെ എടുക്കുന്നത്, മര്യാദക്ക് കിടന്നുറങ്ങ്, നിനക്കത് പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനുമോളുടെ ഒരു ക്ലാസിക് റിപ്ലൈ ഉണ്ട്, ഞാനിതൊക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ കിടക്കണമെന്ന്. ആരോ അനുമോളോട് എന്തോ മോശമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചതുപോലെയാണ് അനുമോൾ പറയുന്നത്, ഞാനിതൊക്കെ സഹിച്ചുകൊണ്ട് കിടക്കണമെന്ന്. അതായത് അനുമോൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്താണ് സഹിക്കാൻ പറ്റാത്തത്? ആരിനും ജിസയിലും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു, പുതപ്പിനിടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. ഇതെന്തിനാണ് സഹിക്കുന്നത്? നിങ്ങളെ ഫിസിക്കലിയോ മെൻ്റലിയോ ഒന്നും ബാധിക്കുന്നൊരു വിഷയമൊന്നും അല്ലല്ലോ. മറ്റുള്ളവരുടെ പുതപ്പിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി ഉറക്കമില്ലാതെ അനുമോൾ ഇരിക്കുകയാണ് എന്ന് പറയുന്ന അതേ സൂചന തന്നെയാണ് ഷാനവാസിൻ്റെ വർത്തമാനത്തിലുള്ളത്. ഇത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് അനുമോൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലും അതുപോലെ അവരുടെ മുറിയിലോ അല്ലെങ്കിൽ അവരുടെ ബെഡ്ഷീറ്റിനടിയിലോ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സഹിക്കാൻ പറ്റാത്തൊരു ജീവിത അവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണ്ട കാര്യമാണ്. ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് മുതലെടുപ്പ് പരിപാടികൾ ഏകദേശമൊക്കെ മനസ്സിലായി എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിലയിരുത്തിയിട്ടുള്ള ആളാണ് അനീഷ്. ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കാണുന്നുണ്ട്. ആ കോൺവെർസേഷനിൽ അനീഷ് ഷാനവാസിനോട് പറയുകയാണ്, ചില സമയത്ത് എനിക്ക് തോന്നും നിനക്ക് എന്നേക്കാൾ കൂടുതൽ ഭയങ്കര ഒരു പ്രായമുള്ള ഒരാളാണെന്ന്, പക്ഷേ ചില സമയത്ത് തോന്നും നിനക്ക് എൻ്റെ അത്രയും പോലും പ്രായമില്ലാത്ത ഒരു കുസൃതിയൊക്കെ കാണിച്ച് നടക്കുന്ന ഒരാളാണെന്നുള്ളത്. എന്തായാലും ഈ സൗഹൃദം എനിക്ക് വളരെ സ്പെഷ്യലാണ് എന്നൊക്കെ, അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുന്ന പരിപാടിയെ ഞാൻ വളരെ സ്പെഷ്യലായി നോക്കി കാണുന്ന ഒന്നാണ് എന്നൊക്കെയുള്ളൊരു കാര്യമാണ് അനീഷ് ഷാനവാസിനോട് പറയുന്നത്. ഈ കോൺവെർസേഷനും ഇതിന് ശേഷമുള്ള സംഭവങ്ങളും എന്തൊക്കെയാവും എന്നൊക്കെയുള്ളത് സത്യം പറഞ്ഞാൽ ഈ വീക്കെൻഡ് വരെ സംഭവിച്ച കാര്യങ്ങളിൽ ഇനി എന്തൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിലാണ് കാണാൻ പോകുന്നത്. കാരണം ഫാമിലി വീക്കാണ്, പലരുടെയും ഫാമിലി മെമ്പേഴ്സ് വരുന്നതാണ്. ഫാമിലി മെമ്പേഴ്സ് വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ തന്നെ ഉറപ്പായിട്ടും സംഭവിക്കും. കാര്യം അവർ ഈ ഗെയിം മാത്രമല്ല കാണുന്നത്, ഗെയിം വിലയിരുത്തിക്കൊണ്ട് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ അടക്കം പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഈ ഫാമിലി മെമ്പേഴ്സ് കാണുന്നുണ്ടാവും. അങ്ങനെയൊക്കെ കണ്ടതിന് ശേഷം ഇവരോട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളാണ് നമ്മളിനി കാണാൻ കാത്തിരിക്കുന്നത്. അതിപ്പോൾ അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ആദില, നൂറ, അനുമോൾ, അക്ബർ, ലക്ഷ്മി, ബിന്നി തുടങ്ങി 1-2 ആളുകളുടെ മാത്രമല്ല എല്ലാവരുടെയും തമ്മിലുള്ള ഒത്തിരി ഡൈനാമിക്സിൽ ചേഞ്ചുകൾ വരാൻ പോകുന്ന ഒരാഴ്ചയാണ്. അത് സംഭവബഹുലമായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇതിനകത്തുള്ളവർക്ക് എന്തായാലും ഇതുവരെ ഗെയിമൊന്നും കാര്യമായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല അകത്തുള്ള പല ആളുകളും പുറത്തുള്ളവരെ കുറിച്ച് പറഞ്ഞാണ് അകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർ ഇനി എന്താണ് കളിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.